ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് വെള്ളൂരി കറി വെക്കാൻ നോക്കാം. ഇത് ചുവന്നുള്ളി കുറച്ചധികം ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 1 കിലോ വെള്ളൂരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 200 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു 6 ചുവന്നുള്ളി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ലാസ്റ്റ് മൂപ്പിച്ച് ചേർക്കാനുള്ളതാണ്. ബാക്കിയുള്ള ഉള്ളിയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു നാളികേരത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ചെറുകി എടുത്തതാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഈ കറിക്ക് നല്ലൊരു റെഡ് കളറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ടേബിൾ സ്പൂണിലാണ് അളവ് പറയുന്നത്, തെറ്റിപ്പോവരുത്. ഇനി 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് ഫൈനായിട്ട് അരച്ചെടുക്കണം. 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി എടുക്കാം. ഇതിലേക്കാണ് നമ്മൾ ഈ അരച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കേണ്ടത്. മൺചട്ടിയിലാണ് ഇവിടെ നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചു നോക്കുക. അതിനുശേഷം ലൂസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തില് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങ അരയ്ക്കാനായിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം 3/4 കപ്പ് വെള്ളമാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. കറി കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കറക്റ്റ് അധികം അങ്ങനെ ലൂസായിട്ടുള്ള ഗ്രേവി അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിന് കണക്കാക്കിയിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇതുപോലെ കുറച്ചധികം ചേർത്തിട്ട് നമ്മൾ കറി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അത്യാവശ്യം വലുപ്പമുള്ള 3 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും പുളിക്ക് അനുസരിച്ചിട്ട് കുടംപുളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 3 എണ്ണം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം പാകത്തിനുള്ള പുളിയാണ് ഉണ്ടാവുക. ചിലർക്ക് പുളി കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് കുടംപുളി ചേർത്ത് കൊടുക്കുക. ഇതാകുമ്പോൾ പുളി കറക്റ്റ് പാകത്തിനാണ് ഉണ്ടാവുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊന്തി പോവും. തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ ഇത് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് തിളച്ച് പോവും. അപ്പം അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ തേങ്ങയുടെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. അതിനായിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കുടംപുളിയുടെ പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങി വരണം. 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്കിനി നമ്മുടെ വെള്ളൂരി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം.
അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഈ വെള്ളൂരി ഇട്ട് കൊടുക്കരുത്. പുളിയെല്ലാം നന്നായി ഇറങ്ങി വന്ന് ഒരു 5 മിനിറ്റോളം ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളൂരിക്ക് അധികം വേവില്ല, അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അധിക സമയം ഇത് കുക്ക് ചെയ്തെടുത്താൽ ഇത് പൊടിഞ്ഞു പോവും. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 7 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേവി എല്ലാം കുറുകി മീനെല്ലാം നന്നായിട്ട് വെന്ത് വരണം. അതുവരെ ഒരു 7 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. മീനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്, നമുക്കിത് ഇറക്കി വെക്കാം. എൻ്റെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. കണ്ടില്ലേ, മീനെല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് ഒട്ടും ഉടഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളൂരി വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതിലേക്ക് ഉള്ളി വറുത്തിടണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് മീൻകറിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുക. നന്നായിട്ട് ഉള്ളി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്രേവി എല്ലാം കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളൂരി വെച്ചിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റാണ്. അധികം ഗ്രേവി ലൂസായിട്ട് നമ്മൾ എടുക്കരുത്, അപ്പോൾ അത്രയ്ക്ക് അങ്ങ് നന്നാവില്ല. അത്യാവശ്യം തിക്കായിട്ടുള്ള നല്ല പാകത്തിന് പുളിയും എരിവും എല്ലാം ഉള്ള അടിപൊളി ടേസ്റ്റിലുള്ള വെള്ളൂരി വെച്ചിട്ടുള്ള മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.